ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായില്ലേ അതിന് മുമ്പ് കണ്ടിട്ട്. ഞാൻ കുറേ കാര്യങ്ങൾ തിരക്കായിരുന്നു, അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ പോലെ ഞാൻ കഴിഞ്ഞ സൺഡേ അറ്റൻഡ് ചെയ്ത ഒരു മാരേജ് ഫംഗ്ഷൻ്റെ വീഡിയോ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്ത് ഞങ്ങളുടെ ഒരു കൊളീഗ് മക്സൂദ് പറഞ്ഞ ഒരാളുടെ കല്യാണം കേട്ടോ. അപ്പം അവൻ ബാംഗ്ലൂർ ബേസ്ഡ് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു മുസ്ലിം വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നു കേട്ടോ. നാട്ടിലാണെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് രാത്രിയായിരുന്നു ആക്ച്വലി വെഡ്ഡിങ് ഫംഗ്ഷനല്ല, വെഡ്ഡിങ് തന്നെ രാത്രിയായിരുന്നു കേട്ടോ. ഒരു 8 o'clock മുതലായിരുന്നു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് വീട്ടിൽ നിന്നൊരു 1 hourൻ്റെ മുകളിൽ ട്രാവലിംഗ് ഉണ്ടായിരുന്നു ആ പ്ലേസിലോട്ട്. പിന്നെ അവിടെ പോയി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ സമയത്ത് ആക്ച്വൽ ബ്രൈഡിൻ്റെ എൻട്രി സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയ സമയത്ത് അവിടെ ആദ്യം എല്ലാവരും ഫോട്ടോഷൂട്ട്സൊക്കെ ആയിരുന്നു. കാരണം മക്സൂദൊക്കെ പള്ളിയിലായിരുന്നു കേട്ടോ. അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര വലിയ ഒരു ഇത് അറിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവൻ വന്നതിന് അവനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ വന്നത് ഞങ്ങളവിടെ എത്തിയതിന് ശേഷം പള്ളിയിൽ നിന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കയറി സ്റ്റേജിൽ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടൊരു ഗിഫ്റ്റൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അവന്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് ആക്ച്വലി നോൺ വെജ് ആയിരുന്നു അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നത്. അത് എനിക്കൊരു അബദ്ധം പറ്റിയെന്താ വെച്ചാൽ അവിടെ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ മട്ടൻ കഴിക്കില്ലായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഫുഡിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നൂൽപുട്ട്, പൂരി, പിന്നെ അതിനെ പറ്റിയൊരു കറി, അങ്ങനെയുള്ള ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ, എനിക്ക് മട്ടൻ ഇത് പറ്റാത്തത് കാരണം. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ കല്യാണത്തിന് നമ്മൾ നാട്ടിൽ സദ്യക്കൊക്കെ ഇരിക്കില്ലേ, അതുപോലെ ഇരുന്നിട്ടാട്ടോ നമുക്ക് ഫുഡ് തന്നിരുന്നത്. അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഓരോ ബിരിയാണി പാത്രം വെച്ചിട്ട് നമുക്ക് എടുക്കാം, അങ്ങനെയുള്ളൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു സ്വീറ്റൊക്കെ തന്നിരുന്നു, ഗുലാബ് ജാമ് പോലെ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് പോലെ തന്നിരുന്നു കേട്ടോ. ഇതുപോലെ ഇതിനകത്ത് നട്ട്സൊക്കെയാണ്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.